ഹലോ, ഞങ്ങൾക്കിന്നൊരു എൻഗേജ്മെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോവുകയാണ്. ഇച്ചുകുട്ടനും ഞാനും ഏട്ടനും അച്ഛനും അമ്മയും കൂടെയാണ് കേട്ടോ പോകുന്നത്. ഏട്ടൻ്റെ മേമ്മയുടെ മകൻ്റെ എൻഗേജ്മെൻ്റാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇച്ചുകുട്ടൻ പച്ച വെള്ളത്തിലാണ് കേട്ടോ കുളിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും ഉറക്കക്ഷീണമൊക്കെ ഉണ്ട് അവന്. അപ്പോൾ ഞാനിതാ വീഡിയോ എടുക്കുമ്പോൾ ടാറ്റ തരാൻ പറഞ്ഞപ്പോൾ അവതാ മടി പിടിച്ച് ടാറ്റ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പകുതി വഴിയിൽ നിന്ന് ചേച്ചിയും കയറിയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ്റെ. അങ്ങനെ ഇതാ അകമലേൻ്റെ അടുത്തെത്തി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളിതാ നേരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇച്ചുകുട്ടന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അവൻ പാപ്പ വേണമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ വഴിയോരത്തുള്ളൊരു കടയിൽ കയറിയിട്ട് ഇതാ ചായയും ഉഴുന്നുവടയൊക്കെ അവന് വാങ്ങിക്കൊടുത്തു. ഞാനിതാ ഒരു ഹോർലിക്സാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങളിതാ മേമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിമാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മേമ്മയുടെ അവിടെ നിന്നാണ് കേട്ടോ രാവിലത്തെ ദോശയും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതാ റൂമിൽ പോയി, റൂമിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടന് ഇങ്ങനെ തല്ല് കൂടുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്ത് പോയപ്പോൾ ഏട്ടൻ്റെ ദേഷ്യമൊക്കെ മാറി ചെറി വന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വണ്ടി എടുത്തപ്പോൾ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇച്ചുകുട്ടന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ വണ്ടി നിർത്തി വെള്ളമൊക്കെ വാങ്ങി. അപ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ട് തണുത്ത വെള്ളം അവൻ്റെ മേലിലൂടെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ ഏട്ടൻ. അവനത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇച്ചുകുട്ടൻ്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ പിന്നെ ഊരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂട് കാരണം അവനെ ആകെ ഭ്രാന്ത് വരാൻ തുടങ്ങി. ഈ വണ്ടിയിലാണെങ്കിൽ ഒരു പാട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പെണ്ണിൻ്റെ വീട്ടിലെത്തി. ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് എടുത്തിട്ട് ഞാൻ ഇച്ചുകുട്ടന് കൊടുത്തു കേട്ടോ. ചടങ്ങും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കണ്ടതാണ് പെണ്ണ്. പിന്നെ അവർ കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വീണ്ടും കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഒഴിഞ്ഞു നിന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്ക് മുറിച്ചു. ചെക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ കേക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എത്തി, സദ്യ. അങ്ങനെ സദ്യ ഫസ്റ്റ് പന്തിയിൽ തന്നെ ഇരിക്കാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. കാരണം ഇച്ചുകുട്ടന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അതിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇച്ചുകുട്ടനുള്ള ചോറ് എടുത്തിട്ട് വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് അവന് കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെ സ്ഥലം കിട്ടി. ഞങ്ങളവിടെ ഇരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചൂട് കാരണം നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയില്ല. ആ സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു, പായസമൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ് കേട്ടോ. വീട്ടിലോട്ട് പോരുമ്പോൾ ഈ വണ്ടിയിൽ ഞാനും ഏട്ടനും പിന്നെ ഏട്ടൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മറ്റേ വണ്ടിയിൽ ഫുള്ളായപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വണ്ടിയിൽ. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വണ്ടി പിന്നെ എടുത്തത്. ഇച്ചുകുട്ടൻ അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളിതാ വീട്ടിലെത്തി. മേമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളെല്ലാവരും ഏട്ടൻ്റെ ചേച്ചിമാരും അളിയന്മാരും എല്ലാവരും ഇരുന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് ചായയും വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോന്നു.